ഫ്രം മെൽബോൺ ഫ്ലോറിഡ. വളരെ യുണീക്ക് ആയിട്ടുള്ള പേരാണ്. ആദ്യം പറഞ്ഞിട്ടൊക്കെ സംശയം പ്രൊണൗൺസ് ചെയ്തല്ലേ? അതെ, ശരിയാണ്. ഓക്കെ. മെൽബോണിൽ ഇപ്പം സർ അവിടെ ഓ ലോങ് ടൈം പെൻസിൽവാനിയയിലായിരുന്നു. ഓക്കെ. അപ്പം എല്ലാ അർത്ഥത്തിലും ഒരു യഥാർത്ഥ പ്രവാസി തന്നെയാണ്. നാട്ടിൽ എവിടെയാണ് സർ? ശരി ശരി ശരി. ഇപ്പൊ അവിടെ സാർ ഇപ്പം വർക്ക് ചെയ്തോണ്ടിരിക്കുവാണോ? ബിസിനസ് ആണോ? എന്താണ്? ന്യൂക്ലിയർ മെഡിസിൻ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നമ്മുടെ നാട്ടിലുള്ളവർക്ക് കേൾക്കുമ്പോൾ ഒരുപാട് മനസ്സിലാവില്ലെങ്കിലും ഐ തിങ്ക് ദാറ്റ്സ് എ വെരി റിസോഴ്സ്ഫുൾ ഫീൽഡ് അല്ലേ സാർ? അതെ അതെ, ഫീൽഡാണ്. Diagnostic heart problems, thyroid problems, bowel problems ഒക്കെ കണ്ടുപിടിക്കാം. അത് ശരി. ഓക്കെ ഓക്കെ. സാർ ഇപ്പൊ അതിന്റെ റിസർച്ച് വിങ്ങിലാണോ? റിസർച്ച് അലൈഡ് ആയിട്ടാണോ? ഞാനിപ്പം ഒരു ഇയേഴ്സായിട്ട് ആ ഫീൽഡിൽ തന്നെ ജോലി ചെയ്യുകയാണ്. ഓക്കെ 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 സാർ. അതുപോലെ ഫാമിലി ഒക്കെ അവിടെ ആരൊക്കെ ഉണ്ട് വീട്ടില്? എന്റെ ഭാര്യ ബിന്ദുവുണ്ട്, കൊഴിഞ്ഞാട്ടാണ്. പിന്നെ എനിക്ക് ഒരു 7 വയസ്സുള്ള ഒരു മോന്, പിന്നെ 1 വയസ്സുള്ള ഒരു കൊച്ചുമോളുമുണ്ട്. ഓക്കെ. കുട്ടികളുടെ പേരൊക്കെ എന്താണ്? പുള്ളിക്കാരി കഴിഞ്ഞ 2 മുമ്പേ ബർത്ത്ഡേ ആയിരുന്നു. ഒരു വയസ്സ്. എന്നാ പേര് വാവയുടെ? വാവയുടെ പേര് മേഘൻ. MEGAN. ഓക്കെ. മേഘനും ഈപ്പനാണ് എന്റെ മൂത്ത മോന്. ഓക്കെ. ശരി ശരി ശരി. അപ്പോ നാട്ടില് വന്നു പോകാറുണ്ടോ? അങ്ങനെ റെഗുലർ ആയിട്ട് സമയം കിട്ടാറുണ്ടോ? ഞാൻ ജൂലൈയിൽ വരണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഓ ശരി. നാട്ടിലിവിടെ റിലേറ്റീവ്സ് ഒത്തിരി പേരുണ്ടോ? മൂത്ത മോന്റെ സ്കൂള് അവധി കിട്ടുന്നത് ജൂലൈയിലാണ്. സമ്മർ വെക്കേഷൻ. അപ്പം ഇവിടെ എങ്ങനെയാണ് നാട്ടിലെ റിലേറ്റീവ്സ് കുറച്ചു പേരുണ്ടോ? ഓക്കെ. അപ്പൊ സാർ ഇവിടെ നിങ്ങൾ രണ്ടുപേരുടെയും റൂട്ടീൻ ഇങ്ങനെ ബിസി ആവുമ്പോ കുട്ടികൾ എങ്ങനെയാണ് അതുമായിട്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോരുന്നോ? എന്റെ മദറും ബ്രദറും കാരണം ബാബ കുഞ്ഞല്ലേ, അതാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. അതെ അതെ. പുള്ളി 3 ദിവസത്തെ ജോലി ചെയ്യുന്നുള്ളൂ. അപ്പം ശരി. ആ ദിവസങ്ങളിൽ ഞാൻ ഇവിടെ കാണും. ഓക്കെ. അങ്ങനെ പരസ്പരം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോവാണ്. എന്തായാലും ബാവയ്ക്ക് ഞങ്ങളുടെ വക ഒരു കുഞ്ഞും അടുത്ത്. അപ്പൊ എന്തായാലും ഹാപ്പി ബർത്ത്ഡേ കഴിഞ്ഞു. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ് സാർ. അപ്പൊ ഇന്ന് ആർക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്? ഇന്ന് റിപ്പബ്ലിക് ഡേ ആശംസകൾ. പിന്നെ all the soldiers, Air Force, Army, Navy എന്നീ സോൾജേഴ്സിന് വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുക. ഓക്കെ. താങ്ക് യു സർ. ദാറ്റ് ഇസ് സോ തോട്ട്ഫുൾ ഓഫ് യു. വളരെ സന്തോഷം വിളിച്ചതിൽ. വീണ്ടും വിളിക്കുക. തുടർന്നും അമേരിക്കൻ കഫേ കാണുക. താങ്ക്സ് എ ലോട്ട് സർ ഫോർ കോളിംഗ്. താങ്ക് യു. അപ്പോ ഇപ്പോ നമ്മൾ വിളിച്ചത് ജി സാറാണ് ഫ്രം മെൽബോൺ. ഒരുപാട് സന്തോഷമുണ്ട്. സാറിന്റെ മോളുടെ ഫസ്റ്റ് ബർത്ത്ഡേ ഇപ്പൊ കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. ഇപ്പൊ ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്. ഒപ്പം സാറ് റിപ്പബ്ലിക് ദിന ആശംസകൾ നമുക്ക് നേർന്നുണ്ടായിരുന്നു. ഇന്നലെ ആയിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു നിറവിൽ, അതിന്റെ ഓർമ്മയിൽ എല്ലാ സോൾജേഴ്സിനും, നമ്മുടെ നാട് കാക്കുന്ന എല്ലാ കാവൽഭടന്മാർക്കും വേണ്ടിയിട്ട് ആണ് സാറ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. എല്ലാവരും റിലേറ്റീവ്സ് ഫാമിലി എന്ന് പറയുമ്പോൾ സാർ അത് വ്യത്യസ്തമായി ചിന്തിച്ചു. വളരെയധികം സന്തോഷം. അപ്പോൾ നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെടുന്ന, അതിർത്തിയിൽ നിന്ന് നമുക്ക് വേണ്ടി നാട് കാക്കുന്ന അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കും പ്രാർത്ഥിക്കാം. അതോടൊപ്പം നല്ലൊരു പാട്ട് ആസ്വദിച്ചു. खुदा से
इश्क का जुनून था